ഞാനിവിടെ വന്ന് നീ പറഞ്ഞൊക്കെ എന്നെ നല്ല രീതിയിൽ പൊക്കി അടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണ് മിക്കവാറും ഇന്ന് ആ പയ്യനെ കൊണ്ട് ഹണിമൂൺ പോണ രീതിയിൽ നീ വെച്ച് കൊടുത്തേക്കുന്നത്. എല്ലാം സെറ്റാണ്. നീ പറഞ്ഞാൽ മറ്റേ മരവ് മാവ് അതൊക്കെ ഉള്ള വീടില്ലേ, അത് തന്നെ ഇടയിൽ ചേർക്കാം. മണി 5 ആവാൻ പോകണം. എൻ്റെ അക്കൗണ്ടിൽ നീ പറഞ്ഞ പൈസ എനിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ പോണോ അറിയാമല്ലോ, കച്ച കൂതറയാവും ഞാൻ. ഞാൻ പൊക്കി അടിച്ച് എന്നെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഒരു സംശയം തോന്നിയില്ലാന്ന് ഇല്ല. ശരി, ഇട്ടേക്കാൻ അക്കൗണ്ടിൽ പൈസ മറക്കല്ലേ. ഇതേടി കറക്റ്റ് 8:30 മണിയായപ്പോ തന്നെ നീ എന്നെ വിളിച്ച എന്ത് പെട്ടെന്ന് സ്നേഹം കൂടിയാ? ഈ നാട്ടുകാരൊക്കെ പറയുമ്പോഴേ എനിക്ക് ഓരോന്ന് തോന്നി. ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ദേഷ്യം വഴക്കൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ നന്മ എന്നെങ്കിലും ഒരിക്കൽ മിക്കവാറും ഇന്ന് എന്നെ നീ തിരിച്ചറിയും. ഈ അവള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ സ്നേഹം തോന്നിയത്. നിങ്ങളെ കണ്ട് നന്ദി പറയാൻ വന്നത്. വീടാണ് ഞാൻ വന്ന് കേറിയത്. എന്തോന്ന് പറഞ്ഞ ഈ ചെറ്റ വീടാണ് നീ എന്നെ വലിച്ചു കയറ്റിയത്. ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നീ ഇത്രയും പുകഴ്ത്താൻ ആളുടെ വീട് ഇതല്ല നിനക്ക് വീട് മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനാണ് ആ വൃത്തിയുടെ 5000 രൂപ എനിക്ക് തരാന്ന് പറഞ്ഞ ഇവിടെ ഒന്ന് പുകഴ്ത്തിരിക്കാൻ പറഞ്ഞു. 5000 എന്തൊക്കെ പറയണേ കൊച്ചി? അല്ല ആരിത് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇവളെന്തോന്ന് പറയാ? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? ഈ മുഖത്ത് നിനക്ക് അറിഞ്ഞൂടാ? കള്ളതപ്പി അടിച്ചെപ്പോഴും നീരാകും. പറ മനുഷ്യ, ആരിത്? പഴയ കഥ 3 കൊല്ലം മുമ്പ്. 3 കൊല്ലം മുമ്പ്? ഒരു 3 കൊല്ലത്തിന് മുമ്പ് നീ ഇത് കേക്ക്. ഞാനതല്ല ആലോചിക്കും. ഒരു പെമ്പിളാരെ മൂത്ത് നോക്കാത്ത ഞാൻ എങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്നാണ്. അതാണ് ഈ ഡയലോഗല്ലേ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത്? നീ എന്റെ അടുത്ത് പറഞ്ഞത്? എനിക്കിതേ അറിയാവൂ. ലാലു, ഇതിനാണോ നിനക്ക് ഞാൻ 10000 രൂപ എവിടെ ഇറക്കാനാ തന്നത്? അല്ല 5000 രൂപ നീ കമ്മീഷൻ കൊടുത്തല്ലേ? നിനക്ക് ഞാൻ തരാം. എന്റെ പട്ടക്കാരല്ലേ? ബാക്കി പറഞ്ഞുതരാം. മോളെ, വേറൊരു കാര്യം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുവാ? ഈയിടെയായിട്ട് ഞാൻ ഷർട്ടിന്റെ ബട്ടൺ ഇല്ല. അത് ശരിയാണല്ലോ. എന്താന്നറിയാമോ? എന്റെ ഹൃദയത്തിൽ മൊത്തം നീയാണ്. ഞാൻ ബട്ടൺ അടച്ചിട്ട് മോക്ക് ചൂടെടുക്കില്ലേ? ചൂടെടുക്കാതിരിക്കാനാണോ തുറന്നിട്ട്? കാറ്റ് കൊള്ളാൻ വേണ്ടിയാണ്. നിനക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ തുറന്നത്. സത്യം, ഒരു മനുഷ്യൻ ജനിക്കാൻ എത്ര മാസം വേണം? 10 മാസം വേണം. പക്ഷെ ഞാൻ 7 മാസം ജനിച്ചു. അതെന്ത്? നീ നേരത്തെ ജനിച്ച് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നീ എപ്പോ വരുമെന്ന്. ശരിയാണ്, ഭയങ്കര വെയിറ്റിംഗ്. ചേട്ടാ, നമ്മുടെ ഈ ആകാശത്തുണ്ടല്ലോ കുറേ നക്ഷത്രം ഇല്ലേ? പിന്നെ പക്ഷെ ഒരേ ഒരു ചന്ദ്രനേ ഉള്ളൂ. നിങ്ങളുണ്ടല്ലോ ഇച്ചിരി റൊമാൻറ്റിക് പറയുമ്പോ ആ ചന്ദ്രനൊന്നും അല്ല. പിന്നെ ആകാശത്ത് ഇത്രയും നക്ഷത്രമുള്ള ഒരു ചന്ദ്രനേ ഉള്ളൂ. എനിക്കും അങ്ങനെ. എന്റെ മനസ്സിൽ എന്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. സത്യം. പക്ഷെ വേറെ കാര്യം, ഈടായിട്ട് ഞാൻ ചായയിൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല. എന്ത് ഷുഗർ ഉണ്ടോ? ഷുഗറിന്റെ അല്ല, പിന്നെ നിന്നെ പറ്റിയുള്ള ഓർമ്മകൾ ആലോചിക്കുമ്പോൾ എന്തിനാടി പഞ്ചസാര? നിന്നെ ആലോചിച്ച ഏത് കയ്പുള്ള സാധനം ഞാൻ കുടിക്കും. പിന്നെ ഞാൻ പെട്രോൾ എടുത്ത് കുടിക്കാൻ പറ്റും. ഇല്ല, ഞാൻ കുടിക്കില്ല. മോളകത്തിരിക്കല്ല, പിന്നെ ഞാൻ കുടിക്കും. ചേട്ടാ, എന്റെ അച്ഛനമ്മയ്ക്ക് ഉണ്ടല്ലോ 3 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടായത്. എന്തൊരു അച്ഛനുള്ള കംപ്ലൈന്റ് ഉണ്ടോ? ഡോക്ടറെ കാണിച്ചില്ലേ? നിങ്ങളുണ്ടല്ലേ എന്റെ ചേട്ടൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. എനിക്ക് വേണ്ടി. എനിക്ക് തോന്നുന്ന കർത്തവ്യം നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലക്കി അടിക്കുമ്പോഴേട്ടാ നമ്മുടെ കൊച്ചിന് ലക്കി എന്ന് പേരിട്ടല്ലോ. പെങ്കൊച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മളെ കൊച്ചിന് ചേട്ടാ കൊറേ പേര് പറയുന്നു, എനിക്കാണെങ്കിൽ മനസാക്ഷി ഇല്ല. ആര് പറഞ്ഞ? അത് ഏവൻ പറഞ്ഞ? ഇപ്പൊ ഞാൻ അവനെ വെട്ടുമല്ല. ഞാൻ അവനെ ചെന്നിട്ട് എന്റെ കൂട്ടുകാരൊക്കെ പറയും. കൂട്ടുകാരാ അതെന്ന് തോറ്റി മനസാക്ഷി ഇല്ലെന്ന് പറയാൻ കാരണം ഇല്ലാത്ത വേറൊന്നുമല്ല, എന്റെ മനസ്സ് മൊത്തം ചേട്ടനല്ലേ. പിന്നെ എങ്ങനെ എനിക്ക് നാട്ടുകാർ പറഞ്ഞുകൊണ്ടൊക്കെ മനസാക്ഷി ഉണ്ടാവാം? ഭയങ്കര ലക്കിയല്ലേ? അവളെ ലക്കിയാണ്. എനിക്ക് വയ്യ. അപ്പുറത്ത് ആളിരിക്കണം, അല്ലെങ്കിൽ ഒരു കിസ് തരായിരുന്നു. ചേട്ടാ വേണ്ട, ചുമ്മാ അയ്യോ ഞാൻ പോണേ. നിങ്ങൾ വീഴല്ലേ? പച്ചവെള്ളം. അയ്യോ പച്ചവെള്ളമല്ല മക്കളെ, നിനക്ക് ചൂടുവെള്ളം തിളപ്പിച്ചോറ്റിച്ച് ശുദ്ധജലം. നിനക്കറിഞ്ഞ കഥ എടീ, എന്നെ ഒരു ഗ്ലാസ് തണുത്തവിടെ ഒരു കടയിൽ നിന്ന് പോലും വാങ്ങിച്ചു കുടിക്കാൻ സമ്മതിക്കില്ല. അറിയാം, എന്നെ പ്രേമിച്ച് നടന്ന സമയത്ത് വീട്ടിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കലത്തി വെച്ച് തിളപ്പിച്ച് ചൂടാക്കി കുപ്പിയിലാക്കി കൊണ്ട് തരും എനിക്ക് കുടിക്കാൻ. എന്തൊരു ഒലിപ്പീരായിരുന്നടാ. അതെന്തോന്ന്?
അതെന്തോന്ന് കഥ അത് പറയും നിനക്ക് ഞാൻ പറയാതെ എന്താണെന്ന് കേടോ ചേട്ടാ. ആരുമില്ല. ചേട്ടാ എന്തോന്നു അടുത്ത എന്തിനാ സംശയം ചോദിക്കാനാണ്? സംശയമൊന്നുമല്ല. വെള്ളം തയ്ക്കണം, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. എവിടെ? ദോണ്ടാ ചേച്ചിയുടെ കുളിക്ക് സർബത്ത് കടകണ്ട. ഇടി ചുമ്മാരി, അതൊക്കെ വൃത്തിയായിട്ട വെള്ളമാണ്, അതൊന്നും വാങ്ങിച്ച് കുടിക്കരുത്. ഞാൻ താണ്ടാ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമുണ്ട്, എല്ലാം ക്ലിയറാണ്. ഇതിലുള്ള ആണുങ്ങൾ മൊത്തം പോയി. നമുക്ക് ഹെൽത്ത് ഓക്കെ ആയിരിക്കും, ഇതേ കുടിക്കാവും. ഞാനല്ലേ കുടിക്കുന്നത്? അണുക്കള് ചാവും അല്ലേ? ചത്ത അണുക്കൾ എവിടെ ഏട്ടാ? അതതിനകത്ത് തന്നെ കാണും, പക്ഷെ അതിനെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് ചത്തുമില്ലേ. തിളപ്പിച്ചപ്പോ വെള്ളത്തിൽ ചത്തുവല്ലേ? ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന്. ഒരു കാര്യം പറയട്ടാ, അടുത്ത സംശയമല്ല, പറ. ചത്ത അണുക്കൾ ഇതിനകത്ത് കാണും. അതിനകത്ത് കാണും. അതിനകത്ത് നഴുകൂലേ? ഇപ്പൊ നമുക്ക് അസുഖം വരൂലേ? ഇത് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ട് കയറി പോണത്? ശവത്തിന്റെ വെള്ളം അതാണ് നിങ്ങൾ കുടിച്ചോണ്ടിരിക്കണത്. ആണോ? അപ്പൊ ഞാൻ ഡെയിലി ഇതാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. എന്റെ വേറെന്താ ശ്മശാനോ? ആലോചിച്ചോക്കേട്ടാ, ഞാൻ പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്. എന്റെ സംശയത്തിനും കാര്യമുണ്ട് കേട്ടോ. ചൂട് വെള്ളം അല്ല പച്ചവെള്ളം തിളപ്പിച്ചപ്പോ നമ്മൾ അതിന്റെ തരുന്ന സാധനങ്ങളൊക്കെ ചത്തുപോയി. അപ്പൊ അത് ആ വെള്ളത്തിനകത്തല്ലേ കിടക്കുന്നത്? ഇനി ഞാൻ കുടിക്കൂലോ ചൂടുവെള്ളം, ഇനി കുടിക്കൂലോ. അപ്പൊ കുടിക്ക് സർബത്ത് കുടിക്കാം സർബത്ത്. അതാണ് നീ ദൈവം സംശയം പറയല്ലേ. ഇല്ല ആ കടയിൽ പോണ്ട, നമുക്ക് ഈ കടയിൽ പോകാം. വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. ഉറപ്പ്? ഓ, നീ സംശയം നോക്കിയായിരുന്നാ മതി. എന്നാ ഞാൻ സംശയം കേട്ടാ. അടുത്തത് സിമ്പിളാ. പറ എന്റെ സംശയം. ചേട്ടാ, ഓ കുട്ടി സംശയം. പെട്ടെന്ന് വരും. അതെ, നമ്മളൊക്കെ കട്ടില് കിടന്നല്ലോ. ഓ, നിങ്ങളുടെ കിളീന വയ്ക്കാണ്. അതെന്തേട്ടാ അവിടെ അങ്ങനെ ഇരുന്നുറങ്ങണത്? കഴപ്പ് എന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി എന്റെ കഴപ്പ്. അല്ലെങ്കിൽ ഒരു കൂടുണ്ട്, അതിനകത്ത് നടന്ന് ഉറങ്ങിക്കൂടെ? വെറുതെ ഇവക്ക് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ എന്റെ കഴപ്പ്. നീ നിനക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അറിയാൻ പാടി. നീ നേരത്തെ എന്തോന്ന് പറഞ്ഞ? കുളിക്ക് സർബത്ത്. അവിടെ ചെന്ന് ഈ കുലുക്കൺ എന്തിനാണെന്ന് മാത്രം ചോദിക്കല്ലേ. എന്റെ കാട്ടിൻ്റെ ഇടയിൽ കയറി പാദത്തിൽ നിനക്ക് സംശയം മാത്രമേ ഉള്ളൂ. കണ്ടു നിങ്ങൾ അതിനല്ലേ വെച്ചിരിക്കണത്. മതി. ഇനി എന്നെ താങ്ങാനുള്ള കരുത്ത് എന്റെ ഗീതൂനില്ല. എന്റെ ഗീതു മതിയെന്നോ? ബാക്കി പറയാം അങ്ങോട്ട്. എടാ നിന്നുണ്ടല്ലോ ഈ കഥ ഇത്ര നല്ല ഇനിയുണ്ട്. എന്നെ പൊന്നു പോലെ സ്നേഹിച്ച് ഞാനത് വിശ്വസിച്ച് സിൻസിയറാന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ജീവന ദൂരെയൊക്കെ സ്നേഹിച്ചടി. സ്നേഹിച്ചാവോ ലാസ്റ്റ് എനിക്കിട്ട് തന്ന പണി എന്താ നിനക്ക് അറിയോടി? എടാ ഒരു കാലത്ത് ഞാൻ മറക്കൂല അസത്തെ. ഞാനും. എടാ നീ എന്തിനാ ഇങ്ങനെ അറിയുന്നത്? എനിക്കറിയില്ലടി, എന്നെപ്പറ്റി ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കും അറിയത്തില്ല നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന്. ഈ അച്ഛനും അമ്മയും എന്തിനാ നമ്മൾ കല്യാണം കഴിയണമെന്ന് പറയുമ്പോൾ ഇത്ര വാശി പിടിക്കുന്നവർ? എന്തിനാടി? എടാ നമുക്ക് ലിവിങ് ടുഗദർ ജീവിച്ചാലോ? എൻ്റെ അച്ഛനും അമ്മയും തറവാട്ടി പറഞ്ഞവരാ. അവർ ലിവിങ് ടുഗദറായിട്ടാണ് ജീവിച്ചത്. ഞാനും അങ്ങനെ അവർക്ക് ഈഗോ അടിക്കും. അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. പക്ഷേ നമ്മളെ കല്യാണം കഴിക്കാനല്ലേ സമ്മതിക്കാത്തുള്ളൂ. നമ്മൾ ഒരുമിച്ച് മരിക്കാൻ അവരുടെ അനുവാദം വേണ്ടല്ലോ. നമുക്ക് മരിക്കാം. നമ്മളെന്ത് സിൻസിയറായിട്ട് പ്രേമിക്കുന്ന നിനക്ക് അറിയാലോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നം കണ്ടത് നമ്മള്. നീ ഈസി ആയിട്ട് പറഞ്ഞ മരിക്കാന്ന്. നമുക്കത് വിധിച്ചിട്ടില്ല. മരിച്ച് നമ്മൾ സ്വർഗത്ത് പോയിട്ട് നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ആകാശത്ത് നിൽക്കുന്ന എൻ്റെ അച്ഛൻ കാണണം. പിന്നെ അങ്ങനെ കാണാൻ വേണ്ടി നമ്മൾ ചാവേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് ജീവിക്കാടാ. നീ എന്തോ ഈ പറയുന്നത്? എൻ്റെ അച്ഛൻ്റെ മുമ്പ് എനിക്ക് ജയിക്കണം. ഞാൻ മരിച്ചു കാണിക്കും. ഞാൻ ഉറപ്പായിട്ടും മരിച്ചു കാണിക്കും. അതെ, എല്ലാം ഞാൻ മോക്കി എന്നിട്ടേ കുടിക്കാറുള്ളൂ. ഇതും നീ ആദ്യം കുടിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. എന്നിട്ട് നമുക്ക് നക്ഷത്രങ്ങളായിട്ട് എന്ന് നമ്മളെ വീട്ടുകാരെ നോക്കി ചിരിക്കണം. കുടി. നീ ഉറപ്പിച്ചു? എനിക്കിനി ചിന്തിക്കല്ല, നീ കുടിച്ചോ. മധുരമാണോ കയ്പാണോ? നല്ല കയ്പെന്നല്ലേ പറഞ്ഞത്? നീ കയ്പ് ഇഷ്ടമല്ല, എനിക്ക് മധുരമാണ് ഇഷ്ടം. കയ്പ് ഞാൻ കുടിക്കൂല, ഞാനൊക്കെ അറിഞ്ഞൂല ഞാൻ കയ്പ് കുടിക്കൂലെന്ന്. അതാണ് ഭയങ്കര കയ്പ്. നീ ഇങ്ങനെ കൂടെ ആക്കുമ്പോ എനിക്ക് കുടിക്കാൻ ഛർദ്ദിക്കാൻ പറഞ്ഞു. നിനക്ക് വേറെ തളച്ചൊന്നുമില്ലേ? ഒന്നുമില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് സാറിന് തളച്ച വരേണ്ട സമയമല്ല. 1 2 3 4
നക്ഷത്രം ഒന്ന്. ഇനി വേണം അടുത്ത വല്ലതിനെ നോക്കാൻ. എടി അങ്ങനെ ഒരാഴ്ച ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കിടന്ന് എന്റെ വയറ് കഴിയാൻ വേണ്ടി ആ നേരം കൊണ്ട് ഈ പന്നി മുങ്ങിയതാണ്. പിന്നെ അവൻ ഇപ്പഴാ പൊങ്ങണത്. അവിടെ പോകാൻ പറ. ഉച്ചക്ക് എന്തിനു മോളെ കഴിക്കേ?